ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്ന നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് നെയ്യ് വേണം, പിന്നെ എടുത്തിട്ടുള്ള ബ്രെഡാണ്, അത് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ പഞ്ചസാരയുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ ഈ പുഴുങ്ങിയ നേന്ത്രപ്പഴം നമുക്ക് ഉടച്ചെടുക്കണം. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിത് നല്ലവണ്ണം ഉടച്ചെടുക്കട്ടെ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് എടുക്കണം. നല്ലോണം പഴുത്ത പഴയിരിക്കണം. എന്നിട്ട് വേണം ഇതാക്കിയെടുക്കാൻ. എന്നിട്ട് വേണം ഇതിനെ നെയ്യിൽ വഴറ്റിയെടുക്കണം നമുക്ക്. എന്നിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാണാം, എങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് പറയാം. അപ്പം ഞാനിതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉടച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നേ. ഉടച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ ഇത് നല്ല വൃത്തിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ട് നമുക്ക് എടുത്ത് ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ചു, പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കേണ്ടത്. പഴത്തിനെ നമുക്ക് വഴറ്റിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നെയ്യ് ഇതാ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിന് ഇതിൻ്റെ അകത്തുനിന്ന് നല്ലോണം വഴറ്റിയെടുക്കട്ടെ, നെയ്യിൻ്റെ അകത്തുനിന്ന്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര എടുക്കട്ടെ. എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിങ്ങനെ റെഡിയായിട്ട് വരണം, പഞ്ചസാരയും പഴവും എല്ലാം കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കാം. എന്നിട്ട് വേണം ഇനി ബ്രെഡിൻ്റെ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ബ്രെഡിൻ്റെ പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഓരോ പഴം എടുത്തതിൻ്റെ കണക്കുണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ പൊടിയും ചേർത്ത് നല്ലോണം റെഡിയാക്കി എടുക്കണം അതിനെ. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ പൊടിയും ഇട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം ഒരുമിച്ചായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്.
അപ്പോൾ ഇനി നമുക്കിത് ഓഫാക്കാം തീ. എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫാക്കി ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ഷേപ്പിലാക്കിയിട്ട് ഇതിനെ എണ്ണയിൽ വറുത്ത് കോരുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ബോളുകളാക്കിയിട്ട് ഇനി എടുക്കാം. ഇളം ചൂടോടെ തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇതേ ഷേപ്പിലാക്കിയിട്ട് നമുക്കെടുക്കാം. എല്ലാം ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരണം. അപ്പോൾ പഴം തിന്നാൻ ഇഷ്ടപ്പെടാത്ത കുട്ടിയേക്ക് നമ്മൾ ഇങ്ങനെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലവണ്ണം കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും കണ്ടിനല്ലോ. ഞാൻ വേഗം ഇത് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് തട്ടിപ്പോയി. നല്ല സോഫ്റ്റായിട്ടുള്ള സാധനമാണ്. കരണ്ടും പോയി ഗൈസ് അതിൻ്റെ അടുക്ക്. ഇതാ. അപ്പോൾ എല്ലാം ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് വാങ്ങാം. എല്ലാം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചിട്ടുള്ള സ്നാക്സാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.